നമുക്കെല്ലാം വളരെ പരിചയമുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം, അത് നോക്കിയാൽ ഇതിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായി മനസ്സിലാകും. എവിടെയാണ് നാം മഹാനിയോഗം വായിക്കുന്നത്, കാണുന്നത്? വല്ലപ്പോഴൊക്കെ ഒന്ന് പ്രതികരിച്ചാൽ നല്ലതാണ്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. അത് സഹോദരൻ ഇപ്പോൾ വായിക്കുന്നതാണ്. യേശു, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. വളരെ പ്രസിദ്ധങ്ങളായ ചില വാക്യങ്ങൾ. ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് നാം ഇതിനെ വിളിക്കുന്നത്. വാസ്തവത്തിൽ ഈ മഹാനിയോഗം 4 സുവിശേഷങ്ങളിലും അല്പാൽപമായിട്ടുണ്ട്. ഏറെക്കുറെ അതിൻ്റെ പൂർണ്ണ രൂപം കാണുന്നത് മത്തായിയിലാണ്. അതുകൊണ്ടാണ് നാം പലപ്പോഴും ഈ ഭാഗം എടുത്ത് വായിക്കുന്നത്. ശരി, എന്താണ് മഹാനിയോഗം, അല്ലെ മഹാനിയോഗത്തിലെ പ്രധാന കൽപ്പന എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? വാട്ട് ഈസ് ഗ്രേറ്റ് കമ്മീഷൻ ആഫ്റ്റർ ഓൾ? മെനി എ ടൈം വി തിങ്ക് ദാറ്റ് ഗ്രേറ്റ് കമ്മീഷൻ ഈസ് എ കമ്മീഷൻ ഫോർ ഇവാഞ്ചലൈസേഷൻ. പലപ്പോഴും നാം ധരിക്കുന്നത് സുവിശേഷീകരണത്തിനുള്ള ഒരു കൽപ്പനയാണ് കർത്താവിൻ്റെ അന്തിമ നിയോഗം. അങ്ങനെ ധരിക്കുവാൻ ഒരു കാരണമുണ്ട്. മർക്കോസ് 16:15 വായിക്കണ്ട. അവിടെ നാം വായിക്കുമ്പോൾ നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നാണ് മർക്കോസ് ഇതിനെ വെട്ടിച്ചുരുക്കി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കണം, അത് മഹാനിയോഗത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. 19-ാം വാക്യത്തിൽ 19ഉം 20ഉം നോക്കിയാൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, അല്പം ദീർഘമായൊരു വാചകമാണ്. അതിൻ്റെ 20-ാം വാക്യത്തിൻ്റെ പകുതിയിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. വാസ്തവത്തിൽ ഈ ഗ്രേറ്റ് കമ്മീഷൻ്റെ മെയിൻ ക്ലോസ്, പ്രധാന വാചകം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമാണ്, ഗോ ആൻഡ് ടു മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ ദ നേഷൻസ്. അതാണ് അതിൻ്റെ പ്രധാന വാചകം. ഞാൻ ഗ്രീക്ക് പണ്ഡിതനൊന്നുമല്ല, എന്നാൽ ഗ്രീക്ക് ഭാഷ അറിയാവുന്നവർ പറയുന്നത് ഈ വാക്യത്തിൽ വാസ്തവത്തിൽ മൂലഭാഷയായ ഗ്രീക്കിൽ ഒരു ക്രിയാപദം മാത്രമേ ഉള്ളൂ. അതെന്താണ് ആ ക്രിയാപദം? ഈ ശിഷ്യരാക്കിക്കൊള്ളുക, അതാണ് അവിടുത്തെ പ്രധാന ക്രിയാപദം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ പോകുവാൻ പറഞ്ഞില്ലേ, സ്നാനപ്പെടുത്തുവാൻ പറഞ്ഞില്ലേ, പഠിപ്പിക്കാൻ കർത്താവ് പറഞ്ഞില്ലേ? അതൊക്കെ ക്രിയാപദങ്ങളല്ലേ? ഒരർത്ഥത്തിൽ ആണ്. എന്നാൽ വ്യാകരണപരമായി നോക്കിയാൽ അതിനെയൊക്കെ ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ സഹായക്രിയകൾ എന്നാണ് വിളിക്കുന്നത്. അത് പ്രധാന ക്രിയയല്ല. ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതാണ് പ്രധാന കൽപ്പന, പ്രധാന ക്രിയാപദം. എങ്ങനെ ശിഷ്യരാക്കണം? അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനുവേണ്ടി നിങ്ങൾ പോകണം, സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. സ്നാനപ്പെട്ടവരെന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളൊക്കെ അനുസരിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം, അല്ലെ ടീച്ച് ചെയ്യണം. അനേക കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്ത് ആത്യന്തികമായി എന്താണ് സാധിക്കേണ്ടത്? ശിഷ്യരാക്കി തീർക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പ്രധാന കൽപ്പന എന്ന് പറയുന്നത് ശിഷ്യരാക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 2000 വർഷങ്ങളായി സഭ ഒരളവ് വരെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നാമും ചെയ്യുന്നുണ്ട്. എന്നാൽ നാം പലപ്പോഴും സുവിശേഷീകരണത്തിൽ മാത്രം അങ്ങ് ഒതുങ്ങി നിൽക്കുകയല്ലേ എന്ന് നാം ഒരാത്മപരിശോധന ഇന്ന് രാത്രിയിൽ നടത്തണം. സുവിശേഷീകരണം അതിപ്രധാനമാണ്, അത് ചെയ്യണം. എന്നാൽ ഒരു സുവിശേഷ യോഗം നടത്തി അല്ലെങ്കിൽ മറ്റു ചില നിലയിൽ സുവിശേഷം അറിയിച്ച് അതിൽ മാത്രം സംതൃപ്തരായി കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ അനുസരിച്ചു എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ നാം ജീവിച്ചു പോരുകയല്ലേ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ സഭയുടെ മിഷൻ എന്ന് പറയുന്നത് മേക്കിംഗ് ഡിസൈപ്പിൾസ്, ഡിസൈപ്പിൾ മേക്കിംഗ് ആണ് മിഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ കർത്താവ് ഇതിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തു എങ്കിൽ നാമും പ്രാധാന്യം കൊടുക്കണം ഈ വിഷയത്തിന്. വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹി വാസ് ഓൺ ദ ബിസിനസ് ഓർ മിനിസ്ട്രി ഓഫ് മേക്കിംഗ് ഡിസൈപ്പിൾസ്. And when he departed from this world, he called his disciples or apostles
and commissioned them to make other disciples. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ എന്താണ്? ശിഷ്യന്മാരെ ഉണ്ടാക്കുക, ശിഷ്യന്മാരെ വളർത്തിയെടുക്കുക. താൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒടുവിലായി തൻ്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങളും ഭൂലോകമൊക്കെയും പോയി എന്ത് ചെയ്യണം? ശിഷ്യന്മാരെ ഉണ്ടാക്കണം. കേവലം കൺവേർട്സിനെ ഉണ്ടാക്കാനല്ല, യു ഹാവ് ടു മേക്ക് ഡിസൈപ്പിൾസ്. കേവലം കുറേ ഡിവോട്ടീസിനെ ഉണ്ടാക്കാനല്ല, യു ഹാവ് ടു മേക്ക് ദം ഡിസൈപ്പിൾസ്. ആ അർത്ഥവ്യത്യാസം നാം മനസ്സിലാക്കി.